സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന അണുബാധകൾ എല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷന്മാരിലേക്ക് ഈ ഫംഗസ് പകരുവാനുള്ള സാധ്യതയുണ്ട്. ഈസ്റ്റ് വാഗിനേറ്റിസ് കാൻഡിൽ എന്നെല്ലാം വിളിക്കുന്ന കാൻഡിഡ ഫംഗസിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെ അമിത വളർച്ച മൂലമാണ് സാധാരണയായി ഇത് ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ അപകട സാധ്യതകൾ വരുത്തിവെക്കുന്ന ഒന്നല്ലെങ്കിൽ പോലും ഇത് തികച്ചും അശുഭകരമായ ഒരു രോഗാവസ്ഥയാണ്. മിക്ക ആളുകളിലും ഇത് വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുക മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജോലികളെ ബുദ്ധിമുട്ടിലാക്കി തീർക്കുകയും ചെയ്യുന്നു. അസഹ്യമായ ചൊറിച്ചിൽ, പ്രകോപനങ്ങൾ, വീക്കം, യോനിഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന ചുവപ്പ് നിറം, ദുർഗന്ധം എന്നിവയെല്ലാം ഈ അണുബാധ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് യോനിഭാഗത്ത് അണുബാധ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അലർജി, മറ്റു അണുബാധകൾ, സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ കുറവ്, സുഗന്ധമുള്ള സോപ്പ്, യോനി സ്പ്രേകൾ, വാഷുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം കൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ അണുബാധ ഉണ്ടാകുന്നത്. ലൈംഗിക ബന്ധത്തിലൂടെ ആയുർവേദ ശാസ്ത്രങ്ങൾ പ്രകാരം ഈ അണുബാധയെ യോനിയെ ബാധിക്കുന്ന രണ്ട് വ്യത്യസ്ത അവസ്ഥകളായ യോനി ദഹാൻ, യോനി കന്തു എന്നിവയുടെ സംയോജനമായി കണക്കാക്കിയിരിക്കുന്നു. സ്ത്രീകളിൽ ഇത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കഫദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥകൾ മൂലമാണ് എന്നും പറയപ്പെടാറുണ്ട്. ഈ അസന്തുലിതാവസ്ഥകൾ ഉണ്ടാകുന്നതിന് അനുചിതമായ ഭക്ഷണക്രമവും ദഹനക്കുറവും ഒക്കെ ഒരു കാരണമാണ്. ഇതിന് പ്രതിവിധിയായി ആയുർവേദത്തിലെ ഔഷധ പരിഹാരങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ശരീരത്തിലെ കഫദോഷങ്ങളെ അസന്തുലിതമാക്കാനാകും. യോനിയിലെ അണുബാധയ്ക്ക് പരിഹാരം ആരോഗ്യകരമായ ഭക്ഷണ പദ്ധതി ആവിഷ്കരിക്കുക, ശരിയായ വ്യക്തി ശുചിത്വം പാലിക്കുക, ദഹനം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം ഈ ഘട്ടത്തിൽ ആവശ്യമായ ഘടകങ്ങളാണ്. ആയുർവേദ മരുന്നുകളായ ഗന്ധക രസായനം, വേപ്പ് പൊടി, പ്രാന്താക് ചൂർണം, നിർഗുണ്ടി ഓയിൽ തുടങ്ങിയ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അണുബാധയിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ലഭ്യമായ പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ചില ചേരുവകളും അണുബാധയ്ക്ക് എതിരെ പോരാടാൻ, അസ്വസ്ഥതകളെ ശമിപ്പിക്കുവാനും സഹായകമാണ്. സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം അണുബാധകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ലഭ്യമായ ഈ വീട്ടുവൈദ്യങ്ങൾ ചിലത് പരീക്ഷിക്കുക. തൈര് പ്രകൃതിദത്തമായ പ്രോബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ തൈരിലെ നല്ല ബാക്ടീരിയകൾ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും pH ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് യോനി പ്രദേശത്തെ ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ വളർച്ച തടയുകയും ചെയ്യുന്നു. ശരീരത്തിന് പ്രതിരോധ ഗുണങ്ങൾ നൽകുന്നതിനുള്ള സ്വാഭാവിക സ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈര് നേരിട്ട് ബാധിത പ്രദേശങ്ങളിൽ പുരട്ടുക. അല്ലെങ്കിൽ തൈരിലേക്ക് ഒരു ടാമ്പോൺ മുക്കിയെടുത്ത് 20-30 മിനിറ്റ് നേരം ഇത് ധരിക്കുക. തുടർന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുക. മികച്ച ഫലങ്ങൾക്കായി ദിവസത്തിൽ 2 തവണയെങ്കിലും ഇത് ചെയ്യുക. ട്രീ ഓയിലും തേനും ആൻറ്റി ഫംഗസ്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ ഗുണങ്ങളാൽ സമ്പന്നമായതാണ്. ട്രീ ഇലകൾ. ഇതിൽ നിന്നും ലഭിക്കുന്ന എണ്ണയ്ക്ക് ചർമ്മത്തെ പരിപോഷിപ്പിക്കാനുള്ള സ്വാഭാവിക ഗുണങ്ങളുണ്ട്. താപനില അധികമുള്ള ചർമ്മത്തിന് ഈർപ്പം നൽകാൻ തേനിലെ ഗുണങ്ങൾ സഹായിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തന്നെയും ട്രീ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെറു ചൂടുള്ള വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷമാകണം എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇളം ചൂടുള്ള വെള്ളത്തിൽ 2-3 തുള്ളി ട്രീ ഓയിൽ ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ തേൻ കൂടി ചേർത്ത് ഒരു പഞ്ഞി ഉപയോഗിച്ച് രോഗബാധിത ഭാഗത്ത് പുരട്ടുക. കറ്റാർ വാഴ ജെൽ. കറ്റാർ വാഴ ഇലകളിൽ നിന്നും പുറത്തെടുത്ത നേർത്ത ജെല്ലിന് അവിശ്വസനീയമായതും ശാന്തമാകുന്നതുമായ മോയ്സ്ചറൈസിങ് ഗുണങ്ങളുണ്ട്. ഇത് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾക്ക് പേരുകേട്ട ഒന്നാണ്. ചർമ്മത്തിൽ അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയകളെയും ഫംഗസുകളെയുമെല്ലാം
വളർച്ചയെ പ്രതിരോധിക്കാൻ ഇതിന് കഴിവുണ്ട്. ചർമ്മത്തിലെ വീക്കവും സംവേദനകളും ലഘൂകരിക്കാനും തണുത്ത ഗുണങ്ങൾ നൽകാനുമെല്ലാം പുതുതായി വേർതിരിച്ചെടുത്ത കറ്റാർ വാഴ ജെല്ലിന് സാധിക്കും. ഒരു കറ്റാർ വാഴ ഇലയിൽ നിന്ന് ജെല്ല് വേർതിരിച്ചെടുത്ത് നേരിട്ട് ബാധിത പ്രദേശങ്ങളിൽ പുരട്ടാവുന്നതാണ്. ആപ്പിൾ സിഡർ വിനിഗർ ശരീരത്തെ ആന്തരികമായും ബാഹ്യമായും ചികിത്സിക്കാൻ ഉപയോഗപ്രദമായ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ആപ്പിൾ സിഡർ വിനിഗറിൽ കുടികൊള്ളുന്നു. ഇതിലെ ബയോ ആക്റ്റീവ് ചേരുവകൾ വിഷവസ്തുക്കളോട് പൊരുതുകയും അണുബാധയ്ക്ക് കാരണമാകുന്ന ഫംഗസ്, ബാക്ടീരിയ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ യോനിഭാഗത്തെ വജൈനൽ ഫ്ലോറ സന്തുലിതാവസ്ഥയിലാക്കി മാറ്റാനും ഇത് സഹായിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അര കപ്പ് ആപ്പിൾ സിഡർ വിനിഗർ 1 ബക്കറ്റ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ചേർത്ത ശേഷം യോനിഭാഗങ്ങൾ പതിവായി കഴുകുന്നത് ശീലമാക്കാം. വെളിച്ചെണ്ണ ആൻറ്റി ഫംഗസ്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ തുടങ്ങിയ ഗുണങ്ങളാൽ സമ്പന്നമായ വെളിച്ചെണ്ണയ്ക്ക് സുഖപ്പെടുത്തൽ ഗുണങ്ങളുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഈസ്റ്റ് അണുബാധകളെ ചെറുക്കാൻ ഈ ഫാറ്റി ഓയിൽ സഹായിക്കും. ആരോഗ്യകരമായ പോഷകങ്ങൾ ലോഡ് ചെയ്ത വെളിച്ചെണ്ണ യോനിയിലെ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതോടൊപ്പം വരണ്ട ചർമ്മത്തിൻ്റെ പ്രകോപനങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. രോഗബാധിത പ്രദേശത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ പുരട്ടി മസാജ് ചെയ്ത് 30 മിനിറ്റ് കാത്തിരിക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക. കാൻഡിഡിഡ് ഫംഗസ് ഒഴിവാക്കാൻ ദിവസത്തിൽ 2 തവണ വീതമെങ്കിലും ഇത് ചെയ്യുന്നത് പതിവാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും